എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റു ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള 4 മാസത്തേക്കുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കിറ്റിൻ്റെ വിതരണം ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നവംബർ മാസത്തെ കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഒക്ടോബർ മാസത്തിലെ സൗജന്യ കിറ്റ് കിട്ടാത്ത നിരവധി APL നീല വെള്ള കാർഡുകാരുണ്ട്. റേഷൻ കടകളിൽ കിറ്റ് ഉണ്ടെങ്കിലും കിറ്റ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് നിരവധി തട്ടിപ്പുകൾ ഒരു സൗജന്യ കിറ്റുമായിട്ട് പല റേഷൻ കടക്കാരും നടത്തുന്നുണ്ട്. അതായത് അഴിമതി നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ പലർക്കും കിറ്റിലെ മുഴുവൻ സാധനങ്ങളും കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. അതായത് ഈ ഒരു സൗജന്യ കിറ്റിലെ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചസാരയുണ്ട്. അപ്പോൾ പലർക്കും കിറ്റിൽ 7 സാധനങ്ങളായി പോകുന്നുണ്ട്. അതായത് വെളിച്ചെണ്ണ പലരുടെ കിറ്റിലും ഉണ്ടാവുകയില്ല. വെളിച്ചെണ്ണ പകരം ചിലപ്പോൾ സൺഫ്ലവർ ഓയിലും ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന കിറ്റിൽ 8 ഐറ്റം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതായത് വെളിച്ചെണ്ണയും പഞ്ചസാരയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം പല റേഷൻ കടക്കാരും ഇത് മാറ്റിവെച്ചിട്ട് മറിച്ചു വിറ്റി അഴിമതി നടത്തുന്നുണ്ട്. എല്ലാ റേഷൻ കടക്കാരും ഉണ്ട് എന്നല്ല പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ കിറ്റ് മേടിക്കുമ്പോൾ നിങ്ങളുടെ കിറ്റിൽ 8 ഐറ്റം സാധനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു പ്രശ്നം അധികവും ബാധിക്കുന്നത് APL കാർഡുകാരെയാണ്. ഒരു അവസാന സമയത്താണ് അവർ ഈ ഒരു ചെറ്റത്തരം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സൗജന്യ കിറ്റിൽ 8 ഐറ്റം സാധനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല ഇൻഫർമേഷൻ കൂടിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം. അതുവരേക്കും ഗുഡ് ബൈ.